അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതും. ഇനിയും ഒരു തരത്തിലുള്ള മണ്ണ് മാറ്റുകയാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് വെറുതെ മണ്ണ് മാറ്റുകയല്ലാതെ ഒരു തരത്തിലും ഒരു നീക്കുപോക്കും ഈ പ്രദേശത്തുണ്ടാകുന്നില്ല. കഴിഞ്ഞ മണിക്കൂറിലാണ് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായേക്കാവുന്ന ചെറിയൊരു സൂചനയെങ്കിലും ലഭിച്ചത്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ മണ്ണ് മാറ്റി കൂടുതൽ നടപടിക്രമങ്ങൾക്ക് മുതിരാതെ ഇപ്പോഴും ഈ മെല്ലപ്പോക്ക് സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വീഴ്ച വരുന്നത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത ഇല്ലാത്തത്. സരീഷ് തുടരുന്നുണ്ട് നമുക്കിപ്പം. സരീഷ്, നമുക്ക് ഈ കാഴ്ചകളെല്ലാം വ്യക്തമാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്നും എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളതും ഏറെക്കുറെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഈ ലഭിച്ച സിഗ്നൽ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തിരച്ചിൽ സേന പറയുന്നു. എന്നാൽ ആഴത്തിലുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ ഈ സിഗ്നൽ ലഭിക്കുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ മണ്ണ് മാറ്റെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ, അല്ലേ? ഇനിയും മണിക്കൂറുകൾ എടുക്കും ഈ മണ്ണ് മാറ്റി ഇവിടെ ഒരു പരിശോധന കൂടി നടത്തണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ എടുക്കും. കാരണം ഒരു കൃത്യമായ സിഗ്നലൊന്നും ഇവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പിന്നിൽ കാണുന്ന ഈ നീണ്ട നിര അല്ലെങ്കിൽ ഇത്രയേറെ ദൂരം മണ്ണ് നീക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു ഭാഗത്തു നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ആ ഭാഗത്ത് തന്നെയാണ് ലോറി ഉള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ മുഴുവനായി പരിശോധന നടത്തണം. കൃത്യമായി കഴിഞ്ഞ ദിവസം GPS കിട്ടിയ സ്ഥലത്തെങ്കിലും അല്ലെങ്കിൽ GPS സിഗ്നൽ ലഭിച്ച സ്ഥലത്തെങ്കിലും ഒരു പരിശോധന അടിയന്തരമായി നടത്തണമെങ്കിൽ അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യണം. ആ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനം വളരെ വൈകിയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം അവിടെ ഒരു ഇറ്റാച്ചി മാത്രമാണ് എത്തിച്ചിരിക്കുന്നത്. ആ ഇറ്റാച്ചി ആവട്ടെ കൃത്യമായി പ്രവർത്തിക്കുന്നത് പോലുമില്ല. SP ഉൾപ്പെടെയുള്ളവർ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളെ മാറ്റുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകീകരണത്തിനോ ഏകോപനത്തിനോ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം 3 ജീവനുകളാണ് ആ മണ്ണിനടിയിലുള്ളത്. ആ 3 ജീവനുകൾ എത്രയും വേഗം പുറത്തെത്തിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതിന് പകരം അവർ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിലെ മണ്ണ് മാറ്റുക, അതിനുശേഷം അത് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ആദ്യം എത്തിയത് ഈ ഭാഗത്താണ്, ഈ ഇടത് ഭാഗത്താണ്. മംഗലാപുരത്തു നിന്നും വരുന്ന ഭാഗമാണ് ഈ ഇടത് ഭാഗം. ഇവിടെയാണ് ആദ്യം നമ്മൾ എത്തിയത്. അതിനുശേഷം ഏതാണ്ട് 400 മീറ്ററോളം ദൂരത്തിലാണ് മണ്ണ് കിടക്കുന്നത്. ആ മണ്ണ് കിടക്കുന്നത് മുഴുവൻ നീക്കണം എന്ന് നമ്മളോട് ഇന്നലെ തന്നെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു നീക്കം മണ്ണ് നീക്കുന്നതിനപ്പുറത്തേക്ക് വലതുഭാഗത്ത് റോഡിൻ്റെ വലതുഭാഗത്തായി ഇപ്പോഴും അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മുകളിൽ നിന്നും വീണ മണ്ണ് നീക്കം ചെയ്യാൻ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. അവിടെ ഇപ്പോഴും ഒരു ഇറ്റാച്ചി പ്രവർത്തിക്കുന്നു. പക്ഷേ അതും അല്ലെങ്കിൽ പെട്ടെന്നുള്ള മണ്ണ് നീക്കം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നടക്കുന്നത് വലതുഭാഗത്ത് പുഴയോട് ചേർന്നിട്ടുള്ള മണ്ണ് എത്രയും വേഗം പുഴയിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തേക്കോ നീക്കുക എന്നൊരു കാര്യം മാത്രമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അത് കഴിഞ്ഞ എല്ലാവരും ചോദിച്ചപ്പോഴും അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ബന്ധുക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സരീഷിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഈ ഭാഗത്തേക്കെത്തിയ ഈ ഷിരൂരിലേക്കെത്തിയ NIT പ്രതിനിധി ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഡയലക്ട് കോൺസ്റ്റന്റ് വേരിയേഷൻ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ ലോറിയാണെന്ന് പറയാക്കത്തില്ല. ലോറിയുടെ പ്രൊഫൈലാണോ എന്നറിയാൻ ആ നീളത്തിലും ആ വീതിയിലും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഫ്ലാറ്റ് സർഫസിലും ഡ്രൈ സോയിലും ചെക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇവിടെ ഫുള്ള് പാറയും വെറ്റ് സോയിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ ഒക്കുന്നില്ല, നമുക്കത് പറ്റുന്നില്ല. ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിച്ചത്? ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് ഡ്രൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വന്നിടത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്കൊരു നിരപ്പാക്കി തന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ മൊത്തം മാറ്റുന്നതിനേക്കാൾ മുന്നേ അതൊന്ന് നിരപ്പാക്കി തരാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും ഈ മെഷീൻ എടുത്ത് വെച്ച് നമുക്ക് വീണ്ടും അത് ചെക്ക് ചെയ്യാം. അങ്ങനെ ആ ലോറിയുടെ പ്രൊഫൈൽ കണ്ടുവെത്താവുന്നതാണ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓരോ മെറ്റീരിയലിനും വ്യത്യാസമാണ്. അപ്പം ഈ ലോറിയുടെ ഡയലക്ട്രിക് മെറ്റലിൻ്റെയും അതേ കണക്കുള്ളതാണ്. അപ്പോൾ മെറ്റലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടുന്നിടത്ത് നോക്കും. പക്ഷേ ഇത് കണക്കുള്ള ടവറിൻ്റെ അതിൻ്റെ എല്ലാം പാർട്സ് ഉണ്ടായതുകൊണ്ട് അത് ഏതാണെന്ന് പറയാനൊക്കത്തില്ല. അപ്പം ലോറിയെന്ന് കൃത്യമായിട്ട് പറയാൻ എല്ലായിടത്തും നോക്കി അത് ലോറിയുടെ നീളത്തിനും വീതിക്കും ആണോ ആ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അതാണോ എന്ന് അറിയാൻ, എന്നാലേ പറയാനൊക്കെ. ശരി, കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് എത്തിയ NIT പ്രതിനിധിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണെങ്കിലും ഈ ലോറിക്കൊപ്പം കാണാതായ അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകം എന്ന് പറയാവുന്ന ഒരു വിവരം
മംഗളൂരുവിൽ നിന്നും എത്തിച്ച അത്യാധുനിക റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇതുവരെ മണ്ണിനടിയിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ചെറിയ ഒരു വേരിയേഷൻ പോലെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാനും ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ടവറുകളടക്കം ഈ മണ്ണിനടിയിലുണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ സിഗ്നലാണ് ലഭിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ ഇനി സ്ഥിരീകരണം ആവശ്യമാണ്. അതിന് മണ്ണ് മാറ്റിയേ മതിയാവുകയുള്ളൂ. ഈ ഏകദേശം 3-4 ആൾ പൊക്കത്തിനോളം മണ്ണ് വീണ് കിടപ്പുണ്ട്. ഇതെല്ലാം മാറ്റണം. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ നീളത്തിനും വീതിക്കും അനുസരിച്ചുള്ള സിഗ്നൽ കിട്ടിയാൽ മാത്രമേ അത് ലോറിയാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനം അത് നമ്മൾ പറയുന്ന പോലെ അത്രയും വേഗത്തിലല്ല നടക്കുന്നത്. മന്ദഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്നലെ വരെ പ്രദേശത്ത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അവിടേക്ക് വാഹനങ്ങൾ എത്തിക്കുകയടക്കം വലിയ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഒക്കെ നേരിട്ടിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. എന്നിട്ട് പോലും ഈ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ല. റഡാറിൽ സിഗ്നൽ കിട്ടിയിട്ട് പോലും അവിടെ വലിയ രീതിയിലൊരു പെട്ടെന്നൊരു തിരച്ചിൽ നടത്തി എത്രയും വേഗം ഇവരെ പുറത്തേക്ക് എത്തിക്കുക, ആ ഒരു തിടുക്കപ്പെട്ടുള്ള ഒരു തിരച്ചിൽ കാണാൻ കഴിയുന്നില്ല. ഈ മന്ദഗതിയിലുള്ള ഒരു മണ്ണ് മാറ്റൽ മാത്രമാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന പോലെ മണ്ണുമാറ്റൽ കൊണ്ട്, ആ ദൗത്യം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഈ മണ്ണുമാറ്റൽ ദൗത്യം കഴിഞ്ഞ് ലോറി കണ്ടെത്തണം. ഈ ലോറി കണ്ടെത്തിയാലും അതിന് മുകളിൽ കിടക്കുന്ന മണ്ണ് മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവരെ പുറത്തെത്തിക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 5 ദിവസമായി ഇവരെല്ലാം മണ്ണിനടിയിലാണ്. അർജുന്റെ വിവരം മാത്രമാണ് നമുക്ക് കൂടുതലായി അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് പുറമെ 2 തമിഴ്നാട് സ്വദേശികളെ കാണാനില്ല എന്ന വിവരമുണ്ട്. ഇവർക്കും പുറമെ മറ്റാരെങ്കിലുമൊക്കെ ഈ മണ്ണിനടിയിലുണ്ടോ, മറ്റ് വാഹനങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരത്തിലൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് അർജുന്റെ വീട്ടുകാർ പറഞ്ഞ വിവരം, അതനുസരിച്ച് നടക്കുന്ന തിരച്ചിലും അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരവുമല്ലാതെ ഈ സംഭവത്തെക്കുറിച്ചോ എന്താണ് നടന്നത് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ ഇനിയും ആർക്കും ലഭ്യമായിട്ടില്ല. മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ പ്രതിനിധി സരീഷാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഭാഗത്താണ് സരീഷ് ഉള്ളത്. സരീഷാണ് ഈ വിവരങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതും. സരീഷ്, ഇപ്പോൾ ഈ NITA പ്രതിനിധിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ വലിയ പാറക്കല്ലുകളും ഇതിനൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വലിയ പാറക്കല്ലുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്നൽ ലഭിക്കാനുള്ള പ്രയാസം അദ്ദേഹം പറയുന്നു. ഈ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ അത് എത്രയും വേഗം നടത്താൻ കഴിയുമോ അത്രയും വേഗം വീണ്ടും സിഗ്നൽ ലഭിക്കും. അങ്ങനെ ഒരു നീളത്തിനും വീതിയിലും ഒക്കെ സിഗ്നൽ ലഭിച്ചാലേ അതൊരു ലോറിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കൂടുതൽ ഹിറ്റാച്ചികളൊക്കെ അവിടെ എത്തിച്ചിട്ടുള്ള ഒരു പരിശോധന അതിന് മുതിരുന്നുണ്ടോ അധികൃതർ? ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ? നേരത്തെ നമ്മൾ NDRFന്റെ നേതൃത്വത്തിൽ ഈ ഫയർഫോഴ്സ് ഉണ്ട്, SBRF ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും പേരുണ്ടായിട്ടും ഈ രക്ഷാപ്രവർത്തനം, ഈ മണ്ണ് മാറ്റുന്ന ദൗത്യം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് സരീഷ്? രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ ആ രക്ഷാപ്രവർത്തനം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നുള്ളതാണ് സംശയമായി നിൽക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഈ തരത്തിലുള്ള ഇത് എടുത്തു മാറ്റിയാൽ മാത്രമേ, മണ്ണെടുത്ത് മാറ്റിയാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതായത് ഏതെങ്കിലും രീതിയിൽ മണ്ണ് മാറ്റിയാൽ, അല്ലെങ്കിൽ റോഡിൽ നിന്നും മണ്ണ് മാറ്റിയാൽ മാത്രമേ ഇവരെ അല്ലെങ്കിൽ ഈ ലോറി അല്ലെങ്കിൽ ചെയ്യാനാവുള്ളൂ എന്നാണ്. അതായത് മണ്ണ് മാറ്റിയാൽ മാത്രമേ കണ്ടെത്താനാവൂ എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ എത്രത്തോളം ഇതിനകത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ പരിശോധന നടത്താൻ അവിടെ ആ ഭാഗത്ത് പുതിയ നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ സരീഷ്? പുതിയ നീക്കങ്ങൾ, തിരച്ചിൽ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ?
ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് മണ്ണ് നീക്കും, അടിയന്തരമായി മണ്ണ് നീക്കും എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പോഴും നമ്മളെ ഇവിടെ നിന്നും, അതായത് മാധ്യമപ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് ഇവർ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ നിർബന്ധമായി പോലീസ് ജീപ്പിലും മറ്റും കയറ്റി ഇവിടെ നിന്നും നീക്കാനുള്ള ഒരു ശ്രമമാണ്. ഏതെങ്കിലും രീതിയിൽ അപകട സാധ്യത ഇപ്പോൾ ഇല്ല, പക്ഷേ എങ്കിൽ പോലും ഇവിടെ നിന്നും ആളുകളെ മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇറ്റാച്ചി ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തും എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും നേരമായിട്ടും എന്തുകൊണ്ടാണ് ഈ കൃത്യമായി മണ്ണിടിഞ്ഞ GPS സംവിധാനമുള്ള മേഖലകളിൽ കൃത്യമായ പരിശോധന നടത്താതിരുന്നത് എന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല. അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ആരും തയ്യാറാകുന്നുമില്ല. കാരണം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഒരു ഇറ്റാച്ചി മാത്രമായിരുന്നു നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ കൃത്യമായൊരു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മണ്ണ് നീക്കം ചെയ്യുകയോ മണ്ണ് മാറ്റുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ സമയത്ത് നടന്നിരുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവിടെ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാത്തത് എന്നാണ്. പക്ഷേ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് റഡാർ സംവിധാനം ഉപയോഗിച്ച ഏത് ഭാഗത്താണ് മണ്ണ് നീക്കം ചെയ്യേണ്ടത് ആ ഭാഗത്ത് അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചാൽ മാത്രം ആ ഭാഗത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്യാം എന്നൊരു തീരുമാനം. ശരി സരീഷ്, തുടരുക. ഇപ്പോ കർണാടകയിലെ ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഈ മണ്ണ് ഇടിഞ്ഞു വീണ ആ ഭാഗത്ത് ചെറിയൊരു സിഗ്നൽ ലഭിച്ചു. പക്ഷെ അത് ഈ വാഹനത്തിൻ്റെതാണ് എന്ന് ഉറപ്പിക്കത്തക്ക സിഗ്നലുകളൊന്നും ലഭിച്ചിട്ടില്ല. കാരണം ഈ മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് അതിനുള്ളിൽ ഒട്ടനവധി ടവറുകൾ അടക്കം തകർന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ അത് എന്തിൻ്റെ സിഗ്നലാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ആഴത്തിലുള്ള ഒരു പരിശോധന കൂടി വേണം. ഈ 50 അടി ഉയരത്തോളം, ഏകദേശം 50 അടിയോളം ഉയരത്തിൽ മണ്ണ് വീണ് കിടപ്പുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവയെല്ലാം നീക്കേണ്ടതുണ്ട്. ഇവയെല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ ഈ കുറച്ചെങ്കിലും മണ്ണ് മാറ്റിയെങ്കിൽ മാത്രമേ ഈ സിഗ്നൽ എന്തിൻ്റേതാണ് എന്നതിലൊരു വ്യക്തത വരികയുള്ളൂ. എങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുമുള്ളൂ. ഇപ്പോൾ ഈ മേഖലയിൽ മണ്ണ് മാറ്റുന്ന ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് പൂർണ്ണമായും മാറ്റിയെങ്കിൽ മാത്രമേ വാഹനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. രക്ഷാപ്രവർത്തനം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. സരീഷ് തുടരുന്നുണ്ട്. സരീഷ്, ഈ റഡാർ പരിശോധന ഗുണകരമാകുമെന്നാണ് ഈ നേരത്തെ നമ്മളോടൊക്കെ പ്രതികരിച്ച ഉത്തര കന്നഡ SP നാരായണ പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതറിയാൻ പുഴയിലടക്കം പരിശോധന നടക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ പുഴയിൽ ഇറങ്ങി ഒരു ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. അതിൽ ആഴത്തിലുള്ള പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും പരിശോധനകൾ നടക്കുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ ലോറി എവിടെയാണോ, മണ്ണിലാണോ അല്ലെങ്കിൽ കരയിലാണോ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ലോറി പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനിക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് കൃത്യമായി നടത്താൻ ഒരു മാധ്യമപ്രവർത്തകരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ വാർത്താ സംഘത്തെ പോലും പോലീസ് ജീപ്പിൽ നിർബന്ധമായി കയറ്റി പോലീസ് ജീപ്പിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഉൾപ്പെടെ ശരി, സരീഷുമായിട്ടുള്ള ടെലിഫോണിലേക്ക് നമുക്ക് വീണ്ടും വരാം. കാരണം ഒന്നാമത്തെ കാര്യം, അവിടെ ഈ സിഗ്നൽ സംവിധാനമൊക്കെ കുറച്ച് പ്രയാസകരമാണ്. അതുകൊണ്ടാണ് ഈ ടെലിഫോൺ ലൈനിലടക്കം ഒരു സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നത്. ആ മേഖല ഒരു കുറച്ച് ദുർഘടമായ ഒരു പ്രദേശമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും സരീഷിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിലവിൽ മാധ്യമപ്രവർത്തകരെ അടക്കം ആ മേഖലയിൽ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാധ്യമപ്രവർത്തകർ സരീഷിനോടടക്കം പറ്റില്ല, ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും മാധ്യമപ്രവർത്തകരെ അടക്കം ആ മേഖലയിൽ നിന്ന് മാറ്റിയുള്ള പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും കർണാടക പോലീസ് അവരെന്താണെങ്കിലും അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ അടക്കം നീക്കിയിട്ടുണ്ട്. രാവിലെയും അങ്ങനെ തന്നെയായിരുന്നു. ഈ അപകടം നടന്ന പ്രദേശത്തിന് 4 കിലോമീറ്റർ മാറി നിന്നാണ് ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ കർണാടക അവിടെയുള്ള ഒരു ജനപ്രതിനിധി വന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മാധ്യമപ്രവർത്തകരെ അടക്കം അവിടേക്ക് പ്രവേശിപ്പിച്ചത്. 2 ബന്ധുക്കളെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ആ ഭാഗത്തേക്ക്, ദുരന്തം നടന്ന ഭാഗത്തേക്ക് അർജുന 2 ബന്ധുക്കളെ മാത്രമായിരുന്നു പ്രവേശിപ്പിച്ചത്. പിന്നീട് ഈ കർണാടകയിലെ ഒരു ജനപ്രതിനിധി വന്നതിന് ശേഷമാണ് ഇവരെയൊക്കെ ആ പ്രദേശത്തേക്ക് ഒന്ന് കയറ്റിവിട്ടത് പോലും. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവരെയൊക്കെ തിരിച്ചുവിട്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലുള്ള കർശനമായൊരു നിലപാട് സ്വീകരിച്ച് അവരെ എല്ലാം പ്രദേശത്ത് നിന്നും മാറ്റി. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിലെ എന്തെങ്കിലും പ്രശ്നമായേക്കാം. അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്താകാം. രണ്ടുമായേക്കാം. എന്താണെങ്കിലും മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് പൂർണ്ണമായും നീക്കി എന്ന ഏറ്റവും
പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. സരീഷ് തുടരുന്നു. സരീഷ്, അങ്ങനെ എല്ലാവരെയും അവിടെ നിന്നും മാറ്റിയല്ലേ? എല്ലാവരെയും നിർബന്ധപൂർവ്വം അവർ മാറ്റിയിരിക്കുന്നു. അത് മാധ്യമപ്രവർത്തകർ വന്ന വാഹനത്തിലല്ല, മറിച്ച് പോലീസ് ജീപ്പിൽ നിർബന്ധപൂർവ്വം അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം. അതായത് നമ്മൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്ത് റോഡിലിറങ്ങി അവർ കൃത്യമായി മണ്ണ് നീക്കിയ സ്ഥലത്ത് നിന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള അപകട സാധ്യതയും നിലവിലുണ്ടായിരുന്നില്ല. പക്ഷേ എത്രയും വേഗം അവിടെ നിന്നും മാറണം എന്നൊരു നിർദ്ദേശം SP മുന്നോട്ട് വയ്ക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ പോലീസുകാർ പ്രതികളെ എങ്ങനെയാണോ ജീപ്പിലേക്ക് കയറ്റുന്നത് അതുപോലെ പോലീസ് ജീപ്പിൽ നമ്മളെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. നമ്മൾ വന്ന വാഹനത്തിലാണ് തിരിച്ചു പോവുക എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല, അത്തരത്തിൽ വാഹനത്തിൽ പോകാൻ കഴിയില്ല, നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് മാറണം എന്നൊരു നിർബന്ധമായി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ജീപ്പിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ടത്. പോലീസ് ജീപ്പിൽ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നൊരു സാഹചര്യം. അതായത് എങ്ങനെയാണോ ഒരു പ്രതികളോട് സമീപിക്കുന്നത് അതേ സമീപനം എന്തിനാണ് ഈ മാധ്യമങ്ങളോട് കാണിക്കുന്നത് എന്നുള്ള സംശയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഞാൻ വന്ന പോലീസ് ജീപ്പാണിത്. ഈ പോലീസ് ജീപ്പിലാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മറ്റ് മാധ്യമപ്രവർത്തകരെയും നമുക്ക് പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങുന്നത് കാണാം. എല്ലാവരെയും നിർബന്ധപൂർവ്വം പോലീസ് ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്ന ഒരു സമീപനം. അതിനുശേഷം ഇവിടെ നമ്മൾ എവിടെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ഞാൻ വന്ന പോലീസ് വാഹനമാണ് ഇത്. ഒരു തരത്തിലും അവിടെ നടക്കുന്നത് എന്താണ് എന്ന് ജനങ്ങൾ അറിയരുത്. ജനങ്ങൾ അറിഞ്ഞാൽ കൃത്യമായി ഈ ജില്ലാ ഭരണകൂടത്തിനെതിരെ വികാരമുണ്ടാവും. കാരണം 3 ജീവനുകളാണ് അവിടെ മണ്ണിനടിയിൽ കിടക്കുന്നത്. ആ മണ്ണിനടിയിൽ കിടക്കുന്ന 3 ജീവന് ഒരു വിലയും നൽകാതെ ഈ എനിക്ക് പിന്നിൽ കാണുന്നില്ലെങ്കിൽ ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ടതാണ്. ആ വാഹനങ്ങൾ കടത്തിവിടാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ആ റോഡ് കൃത്യമായി വൃത്തിയാക്കി ആ റോഡ് ശുചീകരിക്കുക എന്നൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലുകളും അവിടെ ഉണ്ടായിട്ടില്ല. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും ഉടനടി ഈ ഭാഗത്തേക്ക് മാറ്റണം എന്ന് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്.